നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരാൻ പോകുന്നത് തേയ്പ്പിറ പഞ്ചമി. ഡേറ്റ് വന്നിട്ട് ഫെബ്രുവരി 17 തിങ്കളാഴ്ച, മൺഡേ ആണ്. നിങ്ങൾ പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 16 സൺഡേ, ഞായറാഴ്ച രാത്രി 7 മണി വരെയാണ് ടൈം. അതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. സോ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം പഞ്ചമി തിഥിയെ പറ്റി, ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെല്ലാമെന്ന്. പുതുതായിട്ട് കാണുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള പ്രൊസീജിയർ അറിയില്ല. ബട്ട് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, അതല്ല ഇത് എന്താണ് എന്ന് ഞങ്ങൾക്കും അറിയണം. അങ്ങനെ കരുതുന്നവർ ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഇതിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. എന്താണ് ഏതാണ് എന്നതെല്ലാം ഫസ്റ്റ് അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. അത്യാവശ്യം എന്നാൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഇന്ന് ശനിയാഴ്ച. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പണം സംബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലോട് ആരംഭം മുതലേ തന്നെ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പകർന്നിട്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ പണം സംബന്ധിച്ച പ്രശ്നത്തിന് ഏതെല്ലാം വഴികൾ നമുക്ക് തുറന്നു കിട്ടുന്നുവോ അത് വന്നിട്ട് പൂജയായാലും മന്ത്രമായാലും അതല്ല സ്വിച്ച് വേർഡ്സ് ആയാലും ഏഞ്ചൽ നമ്പേഴ്സ് ആയാലും അങ്ങനെയുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നോക്കിയാൽ ഒരു ഫേമസ് ഏഞ്ചലിൻ്റെ പേര് ഞാൻ ഉച്ചരിക്കാൻ പോകുന്നു. അത്രയ്ക്കും ശക്തിയാർന്ന ഒരു ദേവതയുടെ പേര്, നാമം. ഈ നാമം പറയുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങൾക്ക് വരേണ്ടത്, അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എമൗണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ്. അത് മാത്രമല്ല, നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ നേരത്ത്, അതായത് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് എമൗണ്ട് കിട്ടിയാൽ മതി, അത്രയ്ക്കും അത്യാവശ്യമാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ എല്ലാവർക്കും വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിൽ പണം എത്തുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദേവതയുടെ നാമം അത് നിങ്ങൾ ഏത് മുറിയിൽ വന്നിരുന്ന് വേണമെങ്കിലും ഉച്ചരിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ ഇമ്മീഡിയേറ്റ് മണി നീഡ് അർജൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് പണാവശ്യം, അത് നിറയെ പേർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന് അനുഭവിച്ചിട്ടിരിക്കുന്നതാണ്. ഒരു കഷ്ടപ്പെട്ട അവസ്ഥ, ഒരു ഇടത്തിൽ പണം ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് മൊമെൻറ്റിൽ അവർ പറയുന്നു ഞങ്ങൾക്കിട്ട പണം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയില്ല, സോ എനിക്ക് പണം തരാൻ പറ്റില്ല. അതല്ലെങ്കിൽ അപ്പോൾ അവർ ആകെ വിഷമിച്ച് പോകില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഒരു ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ലോണ് സാങ്ഷനായിട്ട് വരുന്നതിന് പേപ്പേഴ്സ് എല്ലാം നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു. എന്നാൽ അത് പാസ്സാക്കി വിടാൻ നിറയെ ടൈം എടുക്കും. ലാസ്റ്റ് ടൈം നോക്കുമ്പോൾ ലോണ് സാങ്ഷൻ ആകാതെ പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത് സെറ്റാക്കി വെച്ചിരിക്കും. ഈ ലോണും കറക്റ്റിന് വന്നിട്ടില്ല, കയ്യിൽ ക്യാഷും ഇല്ലാതിരിക്കുമ്പോൾ അത് നടക്കാതെ പോവും. അതുപോലെ തന്നെ ഒരു കല്യാണം തീരുമാനിച്ചു, അത് ഒത്തിരി പേരോട് ക്യാഷ് ചോദിച്ചു, എന്നാൽ പലരും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമയത്തിന് അത് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയൊക്കെ, കല്യാണം മുടങ്ങിപ്പോകുന്ന അവസ്ഥയൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റാത്തതാണ്. പിന്നെ അവസര ആവശ്യങ്ങളായ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് വരുന്നു, എമർജൻസി ആയിട്ട്. അത് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ എവിടെ നിന്ന് പൈസ കിട്ടുമെന്നും അറിയില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പണം വേണം. അങ്ങനെ ഇരിക്കുന്നവർ ഇത് നിങ്ങൾ ധാരാളമായി ഈ നാമം ഉച്ചരിക്കാവുന്നതാണ്. വേറൊന്ന് പറയാം,
ഒരു വഴിയുമില്ല പണം വരാനായിട്ട്. എന്നാൽ എനിക്ക് മാന്ത്രികം നടക്കുന്നത് പോലെ, ലോട്ടറി അടിച്ചതുപോലെ എനിക്കൊരു 2-3 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ പണം വേണം എന്നുള്ളവർ ഈ നാമം ഉപയോഗിക്കാൻ പാടില്ല. എനിക്ക് പണം വരവേണ്ടിയ വഴിയുണ്ട്, പണം ബ്ലോക്കായിട്ട് കിടക്കുകയാണ്, അത് ചില തടസ്സങ്ങളാൽ അത് കയ്യിൽ വരുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ ധാരാളമായിട്ട് ഈ നാമം ഉപയോഗിച്ചോളുക. പ്രാർത്ഥിക്കുക, ഈ തടസ്സങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് എമൗണ്ട് എൻ്റെ കയ്യിൽ വരണം. അത് ഞാൻ സന്തോഷമായി സമാധാനമായി ആ പണം വാങ്ങി ഡേഞ്ചർ സോണിൽ നിന്നും ശ്വാസം വിടണ മാതിരി സന്തോഷത്തോടു കൂടി പുറത്ത് കടക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ നാമം ധാരാളമായി ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ നാമം നിങ്ങൾ ഉച്ചരിച്ചാൽ എങ്ങനെയുള്ള അവസര പണം ആവശ്യമായാലും ശരി, എല്ലാ പണതടസ്സവും നീക്കി വരവേണ്ടിയ പണം നിങ്ങൾക്ക് 11 ദിവസത്തിനുള്ളിൽ വന്നു ചേരും. 11 ദിവസം എന്നത് മാക്സിമമാണ്. അതിന് കീഴെ 7, 8, 5 അല്ലെങ്കിൽ 4 ഡേയ്സ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഏത് അളവിൽ ഈ മെത്തേഡ് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുന്നുവോ, ഈ പ്രപഞ്ചത്തിന് മേലെ വിശ്വാസം വയ്ക്കുന്നുവോ, അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കൈകളിൽ പണം വന്നു ചേരും. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടിരിക്കുകയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടിരിക്കുന്നു. 2 പേരും അറ്റ് എ ടൈമിൽ ഇപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടി ലോൺ അപ്ലൈ ചെയ്തിരിക്കുന്നെന്ന് വെച്ചോളുക. ആ ലോണ് വരണം, ഈ ഡേയ്സിനുള്ളിൽ ലോൺ വരണം, പണം ഈ ദിവസത്തിനുള്ളിൽ കൈകളിൽ എത്തണം എന്നതാണേൽ നിങ്ങളുടെ ആവശ്യം. ഹസ്ബൻഡും വൈഫും 2 പേരും ചേർന്ന് ഈ മുറയെ നിങ്ങൾ ചെയ്താൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. ഒരാൾ മാത്രം ഉച്ചരിക്കുന്നതിന് പകരം 2 പേരും ചേർന്നിട്ട് തനിത്തനിയ 2 ഇടത്തിൽ കംഫർട്ടബിളായിട്ട് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ പേര് ഉച്ചരിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരേ ആവശ്യം തന്നെ അവരുടെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വർക്കൗട്ട് ആവുകയും ചെയ്യും. സോ വന്നോളൂ, ആ ദേവതയുടെ നാമം എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതേമാതിരിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുഖ്യമായ റോമൻ നെയിം. നോക്കൂ, ഈ പിക്ചറിൽ കാണുന്നില്ലേ? ഇതാണ് റോമൻ ഗോഡസ് ഫോർ വെൽത്ത്, മണി, പ്രോസ്പെറിറ്റി എല്ലാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ആലോചിക്കും, ഇന്ത്യയിലിരിക്കുന്ന എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ആരും ഹെൽപ്പ് ചെയ്യാത്തതിനാലെയാണോ നിങ്ങൾ റോമൻ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോയതെന്ന് നിങ്ങൾ ചിന്തിക്കും. മേ ബി ചിന്തിക്കാം. അങ്ങനെയൊന്നും അല്ല. നമ്മളെ ചുറ്റി എന്തെല്ലാം നല്ല വിഷയങ്ങൾ ആരെല്ലാം ഫോളോ ചെയ്യുന്നുവോ അത് നമ്മൾക്കും ഫോളോ ചെയ്യാവുന്നതാണ്. ശരിയല്ലേ? ഓരോരുത്തരുടെ വിശ്വാസവും അവർക്ക് നല്ല ഫലം കിട്ടിയിരിക്കുന്നു എന്നതിനാലെയുമാണ് ഈ നാമം നമ്മൾ ഉച്ചരിക്കുന്നത്. നമ്മൾ അവർ ചെയ്യുന്ന റിച്വൽസ് ഒന്നും ഫോളോ ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഇതൊരു പേര്, അത്രേ ഉള്ളൂ. ഈ പേര് കേട്ടാലേ മതി നമുക്ക് പണവരവിനെ ഏർപ്പെടുത്തും. ഈ ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ടാകും. കാരണം ഇത് നിറയെ പേര് ഫോളോ ചെയ്തിരിക്കുന്നുണ്ട്, നല്ല റിസൾട്ടും വന്നിട്ടുണ്ട്. അതാണ് വിശ്വസിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്. ധാരാളമായി നിങ്ങളിത് ചെയ്തോളുക. കാരണം ഇതിൽ വന്നിട്ട് പൊരുൾ ചെലവ് ഒന്നുമേയില്ല. നമ്മൾ ഒരു പൈസയും ഇതിനായിട്ട് ചിലവാക്കുന്നില്ല, ഒരു സാധനവും ഇതിനായിട്ട് ചിലവാക്കുന്നില്ല. ജസ്റ്റ് ഒരു നോട്ട് ബുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യം കൂടെയേ ഇല്ല. ജസ്റ്റ് വെറും 11 ദിവസം, ഓരോ ദിവസവും 11 ടൈംസ്, 11 തവണ നിങ്ങൾ ഈ ദേവതയുടെ പേര് ഉച്ചരിക്കുന്നു. അത്രയേ ഉള്ളൂ. നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തിൽ മഹാലക്ഷ്മി അമ്മയെ എങ്ങനെ നമ്മൾ വെൽത്തിൻ്റെ ദേവിയായി ആരാധിക്കുന്നുവോ, നമ്മൾ കരുതുന്നുവോ, വഴിപാട് ചെയ്യുന്നുവോ, അതുപോലെ വന്ന് ഈ ദേവതയും വെൽത്തിൻ്റെ അധിപതി എന്നാണ് പറയപ്പെടുന്നത്. ഈ ദേവതയുടെ കയ്യിൽ
എന്തായിരിക്കും എന്ന് നോക്കിയാൽ ഒരു കൊമ്പ് മാതിരി ഒരു പൊരുളിരിക്കും. ഈ കൊമ്പിനെ തിരിച്ച് വച്ചിട്ട് കൊമ്പ് നിറയെ ഗ്രെയിൻസ്, അതായത് ധാന്യങ്ങൾ, കോയിൻസ് ഫുള്ളായിട്ട് വച്ചിരിക്കും. നമ്മൾ ധനധാന്യത്തോടെ എപ്പോഴും ഇരിക്കുമെന്ന് പറയുമില്ലേ, അതുപോലെ തന്നെ ഇവരും എപ്പോഴും ധനധാന്യത്തോടെ ഇരിക്കും. ഈ ദേവതയുടെ അനുഗ്രഹം എപ്പോൾ നമുക്ക് കിട്ടും അങ്ങനെ ചോദിച്ചാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ അവരുടെ ധനാസ്യമെല്ലാം നമ്മുടെ മേൽ തൂവുമെന്നാണ് പറയപ്പെടുന്നത്. അത് ഒരു ഐതിഹ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ ഇവരുടെ പേര് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ തുടർച്ചയായിട്ട് ഒരു 11 ദിവസം ഉറങ്ങുന്നതിന് മുന്നേ 11 തവണ ചൊല്ലണം. അത് ലാസ്റ്റിലാണ് പേര് ചൊല്ലേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനോ ടി വി കാണാമെന്നോ മറ്റുള്ളവരോട് സംസാരിച്ചിരുന്ന് സമയം പാഴാക്കി കളയാമെന്നോ അങ്ങനെ ഒന്നും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. അത് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഈ പേര് പറഞ്ഞ് വിശ്വാസത്തോടെ സത്യസന്ധമായി എനിക്ക് വരേണ്ട പണം എത്രയും പെട്ടെന്ന് എൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് തരണമേ എന്ന് മാത്രം മനസ്സിൽ കരുതി പ്രേ ചെയ്തിട്ട് ഈ പേര് നിങ്ങൾ 11 ടൈംസ് ശബ്ദം ഉയർത്തി ഉച്ചരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ നല്ലൊരു ഫലം കിട്ടിയിരിക്കും. ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ചെയ്യാം, വൈഫിന് പ്രത്യേകിച്ച് ചെയ്യാം, എന്നാൽ വളർന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ചെയ്യാം. ഇത് വെറും പണത്തിന് മാത്രം, അതായത് അവസര ആവശ്യത്തിനുള്ള പണത്തിന് വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലാവുന്നല്ലോ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുമ്പോഴത്തേന് ചില പേർ ചോദിക്കാറുണ്ട്, ഇത് ജോലിക്ക് വേണ്ടി ചെയ്ത് നോക്കാൻ പറ്റുമോ, അതുപോലെ മാരേജിന് ചെയ്യാമോ, കടം തീരാൻ ഇത് ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നൊക്കെ. അതായത് അവസര ആവശ്യം നിങ്ങൾക്ക് പണത്തിനിരുന്നാൽ, മീൻസ് അർജൻറ്റ് മണി നീഡ്, അത് നിങ്ങൾക്കിരുന്നാൽ, നിങ്ങൾ പെട്ടുപോയ ഒരു സിറ്റുവേഷൻ വന്നാൽ വേറെ കരകയറി വരാൻ യാതൊരു വഴിയുമില്ല, നിങ്ങൾക്ക് ഈ ദേവതയുടെ സഹായം എപ്പോഴും തേടാവുന്നതാണ്. ഇതിന് നോ റെസ്ട്രിക്ഷൻസ്. ശുദ്ധബദ്ധമായിരിക്കണം, പീരീഡ്സ്, നോൺ വെജ്, അങ്ങനെ ഒരു കെട്ടുപാടുമേ ഇല്ല. ഏത് സമയത്ത് വേണേലും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ഇത് മാത്രം ഉച്ചരിക്കുക. രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മാത്രം ഇത് ചെയ്തിട്ട് പോയി ഉറങ്ങുക. ഒരു തരത്തിലും നിങ്ങൾക്ക് ശുദ്ധത വേണമെന്നില്ല, അത് മനസ്സിൽ വെച്ചോളുക. നിങ്ങൾ ഉച്ചരിക്കേണ്ട ആ ദേവതയുടെ നാമം, നെയിം ഇതാണ്, നോക്കിക്കോളൂ. അബുൻഡാൻഷ്യ. എന്താണ്? അബുൻഡാൻഷ്യ. ABUNDANTIA. അബുൻഡാൻഷ്യ. അബണ്ടൻസ് എന്ന് പറയുമില്ലേ, അതിൽ നിന്ന് വന്ന പേരാണ് അബുൻഡാൻഷ്യ. ഈ പേര് 11 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നതിന് മുന്നേ 11 ടൈംസ് ഉച്ചരിക്കുക. അത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് ആക്ച്വലി ഒരു ഇംഗ്ലീഷ് നെയിമാണ്. 11 ഡേയ്സ് ചെയ്താൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഇൻ കേസ് 11 ഡേയ്സിൽ റിസൾട്ട് കിട്ടിയില്ല വെച്ചാൽ 1 വീക്ക് ബ്രേക്ക് കൊടുത്തിട്ട് നിങ്ങൾ എഗെയിൻ 11 ഡേയ്സ് ഇത് റിപ്പീറ്റഡ്ലി ഉച്ചരിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. അതിൻ്റെ കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.